കൃഷ്ണഗിരിയുടെ കാട്ടിൽ നിന്നും. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പേര് പറയാ? കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം എന്നൊക്കെ പേര് പറയുന്നതാ. ശരിക്കും ഒരു കിരീടം പോലെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് വന്നത്. പഗോഡ, കിരീടം, കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം, 6 മാസച്ചെടി. 6 മാസച്ചെടി എന്നൊക്കെ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പൂക്കള് വിരിഞ്ഞ് വന്ന് അതിന്റെ ഏറ്റവും അവസാനം, അതായത് ഇത് ഏകദേശം ഇങ്ങനെ ഇത്രയും ആയി വരുന്നവരെ ഏകദേശം ഒരു 6 മാസത്തോളം സമയം എടുക്കും. ഈ പൂക്കള് ഇതുപോലെ നിൽക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അതിനെ 6 മാസച്ചെടിന്ന് പേര് പറയാൻ കാരണം. പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന നല്ലൊരു പൂവാണ്. അതിന്റെ സ്ട്രക്ചർ കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ തട്ടായിട്ട്. പിന്നെ അതിനകത്ത് ചുവന്ന പൂക്കളില് ഓറഞ്ച് ചെറിയ പൂക്കള്, അങ്ങനെ നല്ല രസമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ വലുതും മുകളിൽ നല്ല കൂടാരം പോലെ നന്നായിട്ട് ചെറുതേനീച്ചകൾ വരുന്ന ഒരു പൂവാണിത്. അതുപോലെ നിറയെ ബട്ടർഫ്ലൈസും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളിലൊന്നായ ഗരുഡശലഭം, നമ്മുടെ സദേൺ ബേർഡ് വിങ്ങും, അതുപോലെ കൃഷ്ണശലഭം, അങ്ങനെ ഒത്തിരി പൂമ്പാറ്റകൾ ഈ ചെടിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശലഭോദ്യാനം ഉണ്ടാക്കുന്ന എല്ലായിടത്തും ഈ കൃഷ്ണകിരീടത്തിന്റെ ചെടി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ കൃഷ്ണകിരീടത്തിന്റെ തൈകൾ ഉത്പാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ കാട് പോലെ പിടിക്കും. കണ്ടോ, നമ്മുടെ തൈകളുടെ ചോട്ടിൽ തന്നെയുള്ള വേരുകളിൽ നിന്ന് ഇത് നിറയെ അങ്ങ് പൊട്ടിക്കിളിക്കും. കണ്ടോ, ഓരോന്നായിട്ട് അങ്ങ് പൊട്ടിക്കളിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ തൈകൾ. നമുക്ക് വേണമെങ്കിൽ അത് പറിച്ചു മാറ്റിയിട്ട് അത് നടാം. അപ്പോൾ അവിടെ നിറയെ ഉണ്ടാവും. അതല്ല, നമുക്ക് വേറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പ് കട്ട് ചെയ്തിട്ട് ചെറിയ നോഡുകൾ, ഒരു 2 നോഡ് വെച്ചിട്ടുള്ള കമ്പുകൾ കട്ട് ചെയ്തിട്ട് നട്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് വേര് മണ്ണിൽ പിടിക്കേണ്ട ഭാഗം ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈസി ആയിട്ട് ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ ഈ നോടിൽ നിന്നെല്ലാം ഇലയൊക്കെ വരും. അപ്പൊ അത് പിടിച്ചെന്നാ ഈസി ആയിട്ട്, മഴക്കാലത്താണെങ്കിൽ ഈസി ആയിട്ട് പിടിക്കും. ഇല്ലേ വേനൽക്കാലത്താണെങ്കിൽ വെള്ളം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വരും. ഇപ്പൊ ആൾക്കാര് ഈ ഓണം സമയത്ത് നിറയെ അങ്ങ് പൂക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് നമ്മുടെ ഈ നാട്ടുപൂക്കള് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തൈകളൊക്കെ നമ്മുടെ ഇവിടെ വന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ വേരിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് കൊടുക്കാം. തൈകളായിട്ട് ഉത്പാദിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. എല്ലാ നാട്ടിലും, കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഒത്തിരി പൊട്ട വെയിലല്ല, ഒരു ഇച്ചിരി ഷെയ്ഡുള്ള സ്ഥലത്ത് നിറയെ ഉണ്ടാകുന്ന തൈകളാണ് ഈ കൃഷ്ണകിരീടത്തിന്റെ തൈകള്. അപ്പോൾ ഈ ഓണക്കാലത്തും ഇതുപോലെ നിറയെ കൃഷ്ണകിരീടം ഉണ്ടാവട്ടെ എല്ലായിടത്തും.